നമ്മളിവിടുത്തെ ആദ്യത്തെ ജാക്ക് ഫ്രൂട്ട് ട്രീ ഹൗസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഡ്യൂപ്ലക്സ് ട്രീ ഹൗസും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ രണ്ട് ട്രീ ഹട്ടിലേക്കും വരുന്നത് ഇതേപോലത്തെ ഒരു ചെറിയൊരു ബ്രിഡ്ജിലൂടെയാണ്. പിന്നെ രണ്ട് സൈഡിലായിട്ട് കംപ്ലീറ്റ് ബാമ്പുവിൻ്റെ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ആംബിയൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണലുണ്ട്. ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് LED ഓണായി കഴിഞ്ഞാൽ വേറെ ലെവൽ ആംബിയൻസ് ആയിരിക്കും. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാനും പറ്റും. ഓക്കെ, നമുക്കിനി ഈ റൂമിൽ ഈ ഒരു ട്രീ ഹൗസിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ബാൽക്കണി ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഡൈനിങ് സ്പേസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു പുഴയും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചെറിയ ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ട്രീ ഹൗസിൻ്റെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ബെഡ് ആദ്യം നോക്കുകയാണെങ്കിൽ ഓൾറെഡി കണ്ടിരിക്കുന്ന ട്രീ ഹൗസിലൊക്കെ പോലെ തന്നെ ഇവിടെയും വളരെ നല്ല വൃത്തിയായിട്ടുള്ള ഹൗസ് കീപ്പിംഗ് ആണ്. പ്രോപ്പറായിട്ട് ബെഡും കാര്യങ്ങളൊക്കെ അവർ പ്രിപ്പയർ വെച്ചിട്ടുണ്ട്. പിന്നെ ബലൂണൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ 2 സൈഡിലും 2 മിനി ടേബിളും അതേപോലെ തന്നെ അടുത്തടുത്തായിട്ട് തന്നെ ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇവിടെ ടെലിവിഷനും കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലും അതേപോലെ തന്നെ വൈഫൈ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത്, ഈ ഒരു റൂമിലും ടീ സപ്ലൈസും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക് കെറ്റിലൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് നൈറ്റാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുക. കാരണം അത്തരത്തിലൊരു വാം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് രാത്രിയാകുന്ന സമയത്ത് ഇവിടുത്തെ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ മാറും. പിന്നെ ഫോഗൊക്കെ വരുവാണെങ്കിൽ പറയാൻ വേണ്ട, അടിപൊളിയായിരിക്കും. ഈ ഒരു സ്റ്റേയും മെയിനായിട്ട് അവർ കൊടുക്കുന്നത് പിന്നെ കപ്പിൾസിനും അതേപോലെ തന്നെ ഫാമിലിക്കും വേണ്ടി മാത്രമായിരിക്കും. പിന്നെ ഗേൾസിൻ്റെ ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്കും ഈ ഒരു സ്റ്റേ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ റൂമിൽ അതേപോലെ തന്നെ ഒരു വേസ്റ്റ് ബിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റൊക്കെ പൂർണ്ണമായിട്ട് ഇതിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ലഗേജൊക്കെ നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഓൾറെഡി നമ്മൾ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഈ ബാത്റൂമും ആവശ്യത്തിനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ വളരെ നീറ്റായിട്ട് പ്രോപ്പറായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. എല്ലാം വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇൻസ്പെക്ഷൻ കഴിഞ്ഞതാണ്. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഇവിടുത്തെ ഫ്ലോറും കാര്യങ്ങളൊക്കെ വളരെ നല്ല നീറ്റായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ ഡസ്റ്റ് ഫ്രീ ആണ്, നല്ല നീറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഓൾറെഡി 10ൽ 10 പേർക്ക് പോയിൻ്റ് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ അപ്സ്റ്റെയറിലായിട്ട് ചെറിയൊരു മജ്ലിസ് സംവിധാനം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ബെഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കിടക്കാനും പറ്റും. ഈ ഒരു കോണി കയറിയിട്ട് വേണം നമുക്ക് മജ്ലിസിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. മെയിനായിട്ടും കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ബെഡ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു മജ്ലിസിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ബെഡ് മാത്രമല്ല, നിങ്ങൾക്ക് എന്താ പറയുക, ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഗെയിംസ്, ചെസ്സും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലുഡോ ആ ഗെയിംസൊക്കെ അവരിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അറൗണ്ട് ഒരു 4 പേർക്കൊക്കെ ഇവിടെ, കുട്ടികളാണെങ്കിൽ 4 കുട്ടികൾക്കൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. 3 2 പേരോ അല്ലെങ്കിൽ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ 2 3 പേർക്കൊക്കെ ഇവിടെ സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഫാനും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് കൊടുത്തത് കൊണ്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡ്യൂപ്ലസ് ട്രീ ഹൗസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ട്രീ ഹൗസാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റും അതേപോലെ തന്നെ എത്ര ആൾക്കാരുണ്ട്, പിന്നെ A to Z കാര്യങ്ങൾ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആദ്യം നമ്മൾ കേവേഴ്സ് കണ്ടു, അതിനുശേഷം നമ്മൾ ജാക്ക് ഫ്രൂട്ട് ട്രീ ഹൗസ് കണ്ടു, അതിനുശേഷം ഡ്യൂപ്ലസ് ട്രീ ഹൗസും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള കാരണം, ഒരുപക്ഷേ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ എന്ത് ചെയ്യാം, ആ ഒരു 2 പിന്നെ ട്രീ ഹൗസിൻ്റെയും കേവേഴ്സിൻ്റെയും കൂടി വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം. അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പോകുന്നത് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവർ കൊടുക്കുന്നതെന്നുള്ളതാണ്. ഇനി നേരെ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം.